ശ്രീമൻ സർക്കാർ വന്നു. ചെല്ലു, വേഗം പോ കുട്ടികളെ. മുത്തച്ഛ, മുത്തച്ഛ, ഞങ്ങൾ വരട്ടെ? വേണ്ട മോളെ, വരന്റെ ഗൃഹത്തിൽ ഞങ്ങൾ മാത്രമേ പോവുകയുള്ളൂ. വിവാഹത്തിന് മുമ്പ് നിങ്ങൾ അവിടെ പോകുന്നത് അശുഭമാണ്. അപ്പോ ഇവർക്ക് രണ്ടുപേർക്കും വരനെ കാണാൻ പോകാൻ പാടില്ലെന്നാണോ? അങ്ങനെയല്ല മോളെ. വിവാഹത്തിന് മുൻപ് പെൺകുട്ടികൾ അവരുടെ വരനെ കാണാറില്ല. വേണ്ട വേണ്ട, അത് അപശകുനമാണ്. ആരും പോവില്ല. ഇവരെല്ലാ കാര്യത്തിലും പെൺകുട്ടികൾക്ക് മാത്രം വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. കുറ്റങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ. ചേച്ചി, ചേച്ചിക്ക് ചേച്ചിയുടെ വരനെ കാണണ്ടേ? വേണ്ട വേണ്ട, മുത്തശ്ശി എന്നെ വിലക്കിയിരിക്കുക. കാരണം അത് അപശകുനമാണെന്നാ പറഞ്ഞേ. ചേച്ചി, അപ്പൊ അപശകുനമാണെങ്കിൽ സീതാദേവി സ്വയംവരത്തിൽ പ്രഭു ശ്രീരാമനെ ദർശിക്കുമായിരുന്നോ? ചേച്ചി, ചേച്ചി വിഷമിക്കേ വേണ്ട. എന്റെ പക്കലൊരു മാർഗമുണ്ട്. നാനജ്യേഷ്ഠ, 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 ഇറങ്ങ്. കേൾക്കൂന്ന്. ഇല്ല മനു, അത് നടക്കുന്ന കാര്യമല്ല. വരനെ നദിക്കരയിൽ എങ്ങനെ കൊണ്ടുവരുന്ന? അതെന്താ നാനജ്യേഷ്ഠ, ഞങ്ങളുടെ ഇത്രയും ചെറിയൊരു ആഗ്രഹം സാധിച്ചു തരില്ല? എങ്കിൽ ശരി, അഥവാ ഞാൻ വരനെ നദിക്കരയിൽ കൊണ്ടുവന്നാൽ എനിക്കെന്താ പ്രയോജനം? എങ്കിൽ നാനജ്യേഷ്ഠ, അങ്ങ് എന്തു പറയുന്നു ഞാനത് ചെയ്യും. ഉറപ്പാണോ? ഉറപ്പായും. എങ്കിൽ ശരി, നീ നദിക്കരയിലേക്ക് അവരെയും കൂട്ടിക്കൊണ്ടു വന്നോളൂ. വരനെയും കൂട്ടി തീർച്ചയായും വന്നോളാം. വേഗം വരണം. കാര്യം നടന്നല്ലോ.
കുട്ടികൾ എവിടെ പോയതാ? എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. നമ്മൾ അവിടെ ഇല്ലെന്ന് മുത്തശ്ശി അറിഞ്ഞ എന്താ സംഭവിക്കെന്നറിയോ? എന്നെ പിന്നെ ശകാരിച്ചു കൊല്ലും. ഒന്നും സംഭവിക്കില്ല ചേച്ചി. ഇക്കാര്യം ആരും അറിയില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കും? നമ്മൾ കള്ളമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെ വരനെ കാണാനല്ലേ നമ്മള് പോകുന്നത്, ശരിയല്ലേ? അത് ശരി. അപ്പൊ നീയും നിന്റെ വരനെ ഇങ്ങനെ പാത്തും പതുങ്ങി കാണുമെന്നാണോ? പാത്തും പതുങ്ങി എന്തിനാ? ഞാൻ അദ്ദേഹത്തെ നേരിട്ട് തന്നെ കാണും. നേരിട്ട് എങ്ങനെ കാണുന്ന പറയുന്നത്? ഞാനൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോ ചേച്ചിയുടെ കണ്ണു പൊത്താം. അപ്പൊ ചേച്ചിക്ക് ചേച്ചിയുടെ വരനെ കാണാൻ പറ്റും. അതെയോ? എന്താ കാണുന്നത് ചേച്ചി? ഒരു അർദ്ധചന്ദ്രന്റെ. അപ്പൊ ചേച്ചി ചേച്ചിയുടെ വരനെ കണ്ടോ? ഒരു അർദ്ധചന്ദ്രന്റെ ആകൃതിയിൽ ഒരു ആന. ആനയോ? മഹാരാജാവ് 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 മഹാരാജാവ്. ഈ വസ്ത്രം ഒന്ന് നോക്കിയാലും ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, ഇതുപോലൊരു വസ്ത്രം മറ്റാരുടെ കയ്യിലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതൊന്നും ഇവിടെ വേണ്ട. ഇതൊക്കെ ഇവിടെ ദാസിമാരാണ് ധരിക്കുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ കയ്യിൽ വിലപിടിപ്പുള്ള പട്ടോ പശ്മിനായിലെ ഷാളോ ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ. ശരി, ഇത് നോക്കൂ. അല്ല, വരന്റെ വീട്ടിൽ നിന്നും ഇത്രയധികം ഉപഹാരമോ? അങ്ങ് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഒരുപാട് പറഞ്ഞു, പക്ഷെ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ വെറും കൈയോടെ പറഞ്ഞയക്കാനോ? അവർക്ക് അവരുടേതായ രീതികളുണ്ടല്ലോ. അതുപോലെ തന്നെ വധൂഗൃഹത്തിനോടുള്ള കടമ നിർവഹിക്കണമല്ലോ. ഇതൊക്കെ നമ്മുടെ ഇന്ദുവിന്റെ ഭാഗ്യം തന്നെയാണ്. തീർച്ചയായും. വിവാഹ തീയതി തീരുമാനിച്ചോ? അടുത്ത മാസത്തെ ശുക്ലപക്ഷത്തിലെ അഷ്ടമിയിൽ വിവാഹം നടത്താമെന്ന് ചിന്തിക്കുകയാണ്. അയ്യോ, അപ്പോ വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ മോളെ. നമുക്ക് തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങണമല്ലോ. തീർച്ചയായും. നോക്കൂ, നമ്മൾ നമ്മുടെ ഇന്ദുവിനായി ഇത്രയധികം ആഭരണങ്ങൾ വാങ്ങിയിരിക്കുകയാണ്. വളരെ മനോഹരായിട്ടുണ്ട്. പക്ഷെ ആഭരണം അണിയേണ്ട ആളെ കാണിച്ചോ? കാണിക്കണം. എവിടെ പോയി നമ്മുടെ ഇന്ദു? അത് ഇവിടെ എവിടെയെങ്കിലും കളിച്ചു നടക്കുന്നുണ്ടാവും. മന്ദിര, പറഞ്ഞാലും മഹാറാണി. നീ പോയി ഇന്ദുവിനെ വിളിച്ചോണ്ട് വരൂ. മഹാറാണി, ഇന്ദുവിനെയും പ്രാച്ചിയെയും മനു അവളോടൊപ്പം നദീതീരത്തേക്ക് കൊണ്ടുപോയി. നദീതീരത്തേക്കോ? നാനാജ്യേഷ്ഠൻ വരേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇതുവരെയും വന്നില്ലല്ലോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നാനാജ്യേഷ്ഠൻ തീർച്ചയായും വരനെ കൊണ്ടുവരുന്നു. നോക്കൂ ചേച്ചി, അദ്ദേഹം ചേച്ചിക്കാളും സുന്ദരനാ.
അയ്യോ, ചേട്ടന് അങ്ങോട്ടാണല്ലോ പോയത്. അയ്യോ അതല്ല പ്രാച്ചി, അദ്ദേഹമല്ല നാനാജേഷനോടൊപ്പം വന്നത്. നാനാജേഷനോടൊപ്പം ഇദ്ദേഹ. ഇത് നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പമാണ് എന്നെപ്പോലൊരാളെ ഇത്രയധികം പ്രശംസിക്കാൻ തോന്നിയത്. അയ്യേ, ഇയാള് വയസ്സനാ. നാനാജേഷൻ അല്ലെങ്കിലും ഇങ്ങനെയാ. വരനെ വിളിച്ചോണ്ടുവരാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അച്ഛനെ കൊണ്ടുവരുന്നേ. പക്ഷേ ഇത് നമ്മൾ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും പിന്നെ ഇന്ദുവിന്റെയും സൗഭാഗ്യമാണ് താങ്കളെപ്പോലെ ഉത്തമനായ ഒരു വരനെ ലഭിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഈ കാണുന്നത് മാത്രമല്ല, ഈ കരയുടെ 1/3 ഭാഗവും പിന്നെ ഗംഗയുടെ മറുകരയിൽ കാണുന്നതും താങ്കളുടെ ഈ സേവകന്റേതാണ്. അപ്പൊ നമ്മുടെ ഇന്ദു രാജ്യം ഭരിക്കും. ഇയാളോടൊപ്പമാണോ ഇന്ദു ചേച്ചിയുടെ വിവാഹം? നോക്കൂ ചേച്ചി, ഇയാളെ കാണാൻ ഒരു അമ്മാവനെ പോലെയുണ്ട്. ചേച്ചി ചേച്ചി ഇയാളെ വിവാഹം കഴിക്കണ്ട. പക്ഷേ കൗസല്യ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കെന്റെ 2 മക്കളുടെയും ചിന്തയാണ് കൂടുതൽ. 2 കുട്ടികളുടെ അച്ഛനോ? എന്റെ കാര്യം പോട്ടെ, എനിക്കെന്റെ 2 മക്കൾക്കും വേണ്ടി നല്ലൊരു അമ്മയെ വേണം. ആ, ഞാൻ താങ്കൾക്ക് നദീതീരത്തുള്ള ഭൂമി കാണിച്ചു തരാം, വരൂ. ഇത് അന്യായമാണ് ഇന്ദു ചേച്ചി. ഒരിക്കലും സമ്മതിക്കരുത് ഈ വിവാഹത്തിന്. അതെ ഇന്ദു ചേച്ചി, ചേച്ചി ആ വയസ്സനെ വിവാഹം ചെയ്യാണെങ്കിൽ ഞാൻ ചേച്ചിയോട് പിണങ്ങും. ഒരിക്കലും പിന്നെ മിണ്ടില്ല. എന്തിനീ വിവാഹം കഴിക്കണം? ഈ വിവാഹം നടക്കാൻ സമ്മതിക്കില്ല ഞാൻ. മുത്തച്ഛനോട് വ്യക്തമായി പറയും ഞാൻ. നമുക്ക് വേണ്ട ഇങ്ങനൊരു വയസ്സനെ. മനു, നീ പറഞ്ഞതൊക്കെ ഞാൻ വ്യക്തമായി കേട്ടു. നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ നമ്മുടെ ഭാവി രാജാവിനെ കുറിച്ച് ഇങ്ങനെ അശുഭകരമായിട്ട് സംസാരിക്കാൻ? ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നീ പറഞ്ഞതെല്ലാം വരന്റെ ആൾക്കാർ അറിഞ്ഞാൽ ഈ നല്ല ബന്ധം നമുക്ക് നഷ്ടമാവും. ഈ നല്ല ബന്ധമാണോ നഷ്ടമാവുന്നത് മുത്തശ്ശി? നിങ്ങൾ കണ്ടില്ല അദ്ദേഹത്തെ? എന്റെ അച്ഛനേക്കാളും മുതിർന്നതാ. അദ്ദേഹത്തിന് 2 കുട്ടികളും ഉണ്ട്. ആ മുത്തശ്ശി, മനുചേച്ചി പറയുന്നത് സത്യമാ. നിങ്ങൾ അയാളെ കണ്ടില്ലല്ലോ, ഇപ്പൊ പോയതേ ഉള്ളൂ. കറുത്തതും വെളുത്തതുമായ മീശയും. പിന്നെ നിങ്ങൾ അയാളെ കണ്ടാലുണ്ടല്ലോ പേടിച്ചു പോവും. അല്ലേ മനുചേച്ചി? നിർത്ത. നിങ്ങൾ 2 പേർക്ക് എങ്ങനെ ധൈര്യം വന്നു ആരോടും പറയാതെ ഇങ്ങനെ നദീതീരത്തേക്ക് വരാൻ? മുത്തശ്ശി, അവര് വന്നതല്ല, ഞാൻ കൊണ്ടുവന്നതാ. വരൂ എന്റെ കൂടെ. എല്ലാം അവിടെ വച്ച് പറയാം. വരാൻ. ശ്രീമൻ സർക്കാർ വിജയിക്കട്ടെ. അവിടുത്തെ നിർദ്ദേശപ്രകാരം ജ്യോതിഷാചാര്യൻ പണ്ഡിതൻ നീലകണ്ഠ ശാസ്ത്രികൾക്ക് ഈ ഉപഹാരങ്ങൾ കൊടുത്തയക്കുകയാണ്. ശരി, അതോടൊപ്പം നമ്മുടെ സന്ദേശവും നൽകുക. ഇന്ദുവിന്റെ വിവാഹം നിശ്ചയിച്ചതിൽ നാം അദ്ദേഹത്തോട് വളരെ നന്ദിയുള്ളവനാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യം നമുക്ക് വീണ്ടും വേണ്ടിവരും. ആജ്ഞ പോലെ ശ്രീമൻ സർക്കാർ. ശ്രീമൻ സർക്കാർ, എന്നോട് ക്ഷമിച്ചാലും പക്ഷെ ജ്യോതിഷാചാര്യന്റെ പെട്ടെന്നുള്ള ആവശ്യം എന്തിനാണ് വേണ്ടിവരിക? മൊറോപ്പൻ, താങ്കൾക്ക് എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. എന്റെ ദൈവമേ, ശ്രീമൻ സർക്കാർ, സേവകനിൽ നിന്നും എന്തെങ്കിലും അപരാധം? അപരാധമൊന്നുമല്ല. ഇതുവരെയായിട്ടും താങ്കൾ മനുവിന്റെ ജാതകം കൊണ്ടുവന്നില്ലല്ലോ. ശ്രീമൻ സർക്കാർ, വിഠൂറിലെ ശാസ്ത്രികൾ... വിഠൂറിലെ മാത്രമല്ല, എവിടെ നിന്നൊക്കെയുള്ള ജനങ്ങളാണ് നീലകണ്ഠ ശാസ്ത്രിയുടെ അടുത്ത് ജാതകം നോക്കാൻ കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നിട്ട് കണ്ടില്ല. മൊറോപ്പന്ത് എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യൂ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മനുവിന്റെ വിവാഹവും നമുക്ക് ഇന്ദുവിനെ പോലൊരു ഉയർന്ന കുടുംബവുമായി തന്നെ നടത്തണം.
മഹാരാജൻ, വാഹനം തയ്യാറാണ്. മൊറോപ്പന്ത്, ഞാൻ കംസിയിലേക്ക് പോവുകയാണ്. ബിഠൂറിനെ കുറിച്ച് മോഹൻലാലിനോട് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശ്രീമൻ സർക്കാർ പറഞ്ഞത് ശരിയാണ്. നീലകണ്ഠ ശാസ്ത്രികളെ ഒന്ന് പോയി കാണണം. ചിലപ്പോൾ ബിഠൂറിലെ ശാസ്ത്രികൾ മനുവിന്റെ ജാതകം നോക്കിയപ്പോൾ എന്തെങ്കിലും മറന്നിട്ടുണ്ടാവുമെങ്കിലോ? ഇങ്ങോട്ട് വരൂ. എന്തു പറ്റി എന്തുമോളെ? അല്ല, നിങ്ങളിത് എവിടെ പോയതായിരുന്നു? ആഹാരം വിളമ്പി വെച്ചിട്ടുണ്ട്, വന്നേ. ഇല്ലമ്മേ, എനിക്ക് വിശപ്പില്ല. അയ്യോ, ഇതെന്ത് പറ്റി? മോളെ എന്തു നീ അതിനെ കരയുന്നത്? അവളോട് എന്തിനാ ചോദിക്കുന്നത്? നിങ്ങളുടെ പ്രിയപുത്രിയായ മനുവിനോട് ചോദിക്കേ. ഇവളാണ് അവളെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടു പോയത്. നിർബന്ധിച്ചു കൊണ്ടുപോയെന്നോ? കാര്യമെന്താണെന്ന് പറയൂ വാഹിനി സാഹിബ്. നിങ്ങളുടെ മനു ഇന്ദുവിനെ അവളുടെ വരനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയിരിക്കുന്നു. മനു, അതെ അച്ഛാ, ഞാൻ കൊണ്ടുപോയി. പക്ഷെ എനിക്കതോർത്ത് ഒരു വിഷമവും ഇല്ല. നല്ല കാര്യം അച്ഛാ, നമ്മൾ അയാളെ കണ്ടു. അയാൾ അച്ഛനേക്കാളും മുതിർന്നതാ. അയാൾക്ക് 2 കുട്ടികളുണ്ട്. നമ്മുടെ എന്ത് ചേച്ചി എങ്ങനെ ഇവിടെ സുഖമായിരിക്കുന്ന എനിക്കറിയില്ല. ഈ കാര്യങ്ങളൊക്കെ നിന്നോട് ആരാണ് പറഞ്ഞത്? അയാൾ തന്നെ പറഞ്ഞതാ നമ്മുടെ നാനാജേഷനോട്. എനിക്ക് എന്റെ 2 മക്കൾക്ക് വേണ്ടി ഒരു ഉത്തമയായ അമ്മയാണ് ആവശ്യമെന്ന്. എനിക്ക് അയാൾ പറഞ്ഞത് കേട്ടപ്പോ നല്ല ദേഷ്യം വന്നു. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോ നിനക്ക് ദേഷ്യം വരുന്നു അല്ലേ? നീ നിന്നെക്കുറിച്ച് ചിന്തിച്ചോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്? ഇവൾ ആദ്യം നാനയെ പറ്റിച്ചു. അവൻ ഒളിച്ച് ശ്യാം റാവുവിനെ കൊണ്ടുവന്നു. എന്നിട്ട് ഇവരെ പറ്റിച്ചു. വരൂ, നമുക്ക് പോയി വരനെ കാണാമെന്ന്. പക്ഷേ ഇത് മാത്രമല്ല മോറോപ്പന്ത്, ഇവൾ ഇന്ദുവിനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഈ വിവാഹത്തിന് സമ്മതിക്കരുതെന്ന്. അത് ഞാൻ ഇപ്പോഴും പറയാ. ഇത്രയും വയസ്സായ ആളെ എങ്ങനെ വിവാഹം കഴിക്കും? മനു, നീ മുതിർന്നവരോട് തർക്കിക്കുകയാണോ?